ഇന്ന് ക്രിക്കറ്റിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ ലീഗ് അല്ലെങ്കിൽ ടൂർണമെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു ചില സമയങ്ങളിലൊക്കെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാളും വലിയ ആവേശം IPL മത്സരങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. IPLന്റെ ഒരു ഘടന നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടൊക്കെ അതിന് വലിയ രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു എന്റർടൈൻമെന്റ് എന്ന രീതിയിലും വലിയ അങ്ങനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ലീഗാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ്. ഇപ്പൊ നിലവിൽ റോബിൻ ഉത്തപ്പ ചില മാറ്റങ്ങൾ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതിലൊന്ന് ലേലം വിളിച്ച് താരങ്ങളെ സെലക്ട് ചെയ്യുന്ന പരിപാടി ഒഴിവാക്കണം, ഡ്രാഫ്റ്റ് സംവിധാനം കൊണ്ടുവരണം, അതുപോലെ തന്നെ വർഷം മുഴുവൻ നിൽക്കുന്ന ട്രേഡ് താരങ്ങളെ ട്രേഡ് ചെയ്യാനുള്ള പരസ്പരം ഇത് ചെയ്യാനുള്ള സംവിധാനം വേണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ലീഗ് ഇപ്പോൾ നടക്കുന്ന 2 മാസം ആ ഒരു ഇത് സമയം മാറ്റിയിട്ട് 6 മാസം നീണ്ടു നിൽക്കുന്ന ലീഗ്. ഇപ്പൊ നമുക്കറിയാം ഈ ഫുട്ബോൾ ലീഗുകളൊക്കെ നിൽക്കുന്ന സമയത്ത് അതിന്റെ ഇടയിൽ ഇന്റർനാഷണൽ ഇതിന് വേണ്ടിയിട്ടുള്ള വിൻഡോകൾ അങ്ങനെ വരണം എന്നുള്ള രീതിയിലൊക്കെ കൃത്യമായിട്ട് ഈ റോബിൻ ഉത്തപ്പ പറയുന്നുണ്ട്. എന്ത് തോന്നുന്നു ഈ ഒരു മാറ്റങ്ങളെ കുറിച്ച്? അല്ല, മാറ്റങ്ങൾ അപ്ഡേഷൻ എല്ലാ കാലത്തും നല്ലതാണ്. പക്ഷേ ഇപ്പം മുത്തപ്പ പറഞ്ഞതിൽ ആദ്യത്തെ 2 വലിയ എനിക്ക് പ്രശ്നങ്ങൾ തോന്നില്ല. നമുക്ക് നോക്കാം, അത് പരീക്ഷിച്ചല്ലോ. പക്ഷേ ഈ ലീഗിന്റെ ഡ്യൂറേഷൻ വർദ്ധിപ്പിക്കുന്നത് ഇപ്പോൾ ഒരു 2.5 മാസത്തോളം 6 മാസത്തേക്ക് വർദ്ധിപ്പിക്കുക പറയുമ്പം ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇന്റർനാഷണൽ വിൻഡോ ഒക്കെ വേണമെന്നൊക്കെ ഉത്തപ്പ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ IPL നമുക്കൊരു IPL ജ്വരം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇത് വരുമ്പം ആ ഒരു പീരീഡാണ് നമുക്കൊരു ആഘോഷം തോന്നുന്നത്. ദിവസം കളി നടക്കുന്നു, 2 മാസം ആകുമ്പോഴേക്കും അതിൻ്റെ ഒരു പീക്കിലേക്ക് എത്തുന്നു. ഫാൻ ഫൈറ്റുകളായാലും കളത്തിനകത്തായാലും പുറത്തായാലും എല്ലാം നമുക്ക് മത്സരങ്ങൾക്ക് ഒരു ചൂടും വാശിയും ഒക്കെ ഉണ്ടാകുന്ന ആ ഒരു പെട്ടെന്ന് ആ ഒരു എൻ്റെ ഒരു തോന്നലാണ് ആ ഒരു ഷോർട്ട് പീരീഡിൽ വരുമ്പോൾ 6 മാസത്തിന് എടുക്കുന്ന ഒരു ഇതാകുമ്പോഴേക്ക് ഒരു തണുത്തു പോവുക, ചൂട് മാറിപ്പോകുമോ എന്നുള്ള സംശയമുണ്ട്. അതൊരു ഇതെങ്ങനെയാണെന്ന് അത് നമുക്ക് അറിഞ്ഞ് തുടങ്ങി നോക്കിക്കഴിഞ്ഞാലേ മനസ്സിലാവും. കാരണം ക്രിക്കറ്റ് ലീഗുകൾ അങ്ങനെ നടക്കുന്നത് വിരളമാണല്ലോ, ഈ വലിയ ഡ്യൂറേഷൻ നടക്കുന്നത്. ഇപ്പം നിലവിലെ അവസ്ഥയിൽ തന്നെ പോകുമ്പോൾ അതൊരു ആവേശം നൽകുന്ന സാധനമാണ്. IPL എന്നൊരു ആവേശമാണ്. അത് വ്യൂവർഷിപ്പിലായാലും അങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത് എനിക്ക് തോന്നുന്നു. കാരണം നീണ്ട ഒരു മത്സരം വരുമ്പോഴേക്കും അങ്ങനെ അത്രത്തോളം അങ്ങനെ പ്രധാന ടീമുകളുടെ മത്സരത്തിലേക്ക് മാത്രം ആൾക്കാർ കാണാൻ വേണ്ടി ചുരുങ്ങിയേക്കും. ഈ പറഞ്ഞ പോലെ ആരാധകർ കൂടുതൽ 2-3 ടീമിൻ്റെ മത്സരങ്ങളായി മാത്രമായിരിക്കും നമ്മളിപ്പോൾ കാണുക. ഇപ്പം നിലവിലെ അവസ്ഥയിൽ ഒരു വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് നടക്കുന്ന കഴിഞ്ഞാൽ നാളെ മറ്റേ ടീമിൻ്റെ ആയാലും ഇനിയിപ്പോൾ നമ്മളെ ടീമിൻ്റെ കളി അല്ലെങ്കിൽ അടുത്ത കളി നമ്മളെ ഈ ടീമുകളായിട്ടാണ് നമ്മൾ കാണാൻ വേണ്ടി ഇരിക്കുന്നതൊക്കെ ഡെയിലി നമ്മൾ കാണും. 2.5 മാസം നമ്മൾ എന്തായാലും വൈകിട്ട് 8 മണിയാകുമ്പോൾ ക്രിക്കറ്റ് TV മുമ്പിലിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്ന എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും, അങ്ങനെ വരുന്നത് എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. തീർച്ചയായിട്ടും എന്തായാലും ഇപ്പൊ അത് നടക്കാൻ പോകുന്നൊരു കാര്യമല്ല, പുത്തപ്പട ആഗ്രഹം പറയുന്നതാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ഈ ഡ്രാഫ്റ്റ് സംവിധാനങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ PSL ഡ്രാഫ്റ്റ് സംവിധാനമാണ്, BBL ഡ്രാഫ്റ്റ് സംവിധാനമാണ്. പക്ഷെ സാമ്പത്തികമായിട്ടുള്ള ഇതിന്റെ ഒരു സാമ്പത്തികമായിട്ടുള്ള അതിന്റെ വശങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അതിനെ, അതായത് ഈ ലേലം എന്ന് പറയുന്നത് തന്നെ ഒരു ഡ്രാമയാണ്. ഇപ്പൊ ഞാനൊക്കെ 2 ദിവസം ഇരുന്നിട്ട് ലേലം കാണാറുണ്ട്. അല്ലെങ്കിൽ അതുപോലെ തന്നെയാണ് ഇപ്പൊ റിട്ടൻഷന്റെ പോലെ ആ സമയമാകുമ്പോൾ നമുക്കത് കാണണം. ഇപ്പൊ നമുക്കറിയാം പല എങ്ങനെയൊക്കെയാണെന്നല്ല, പക്ഷെ അങ്ങനെ ഓരോന്നും ഇപ്പൊ റിട്ടൻഷൻ എന്ന് പറയുന്നത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഈ ലേലം 2 ദിവസം മുഴുവനായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ലേലം എന്ന് പറയുന്നത് IPLന്റെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് നിലനിൽക്കും. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ BBL േക്കാളും ഒരു മികച്ച ലീഗാണ് IPL. അല്ലെങ്കിൽ ആ രീതിയിൽ ആരാധകർ കാണുന്നതും വ്യൂവർഷിപ്പ് ഉള്ളതൊക്കെ സ്വാഭാവികമായിട്ട് IPL തന്നെയാണ്. അതിന്റെ കാരണം ഈ രീതിയിലേക്ക് ഡ്രാമ അതിനകത്ത് ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഇപ്പോ നമുക്കിപ്പോ ഇത് പറയണം, ഡ്രാഫ്റ്റ് പറയുകയാണെങ്കിൽ ഒരു താരങ്ങളുടെ ഒരു വിതരണം മാത്രമാണ് നടക്കുള്ളൂ. ഇതുപോലെ ഇപ്പൊ കൃത്യമായിട്ട് ഒരു പ്ലെയറുടെ മൂല്യത്തിനനുസരിച്ചിട്ടുള്ള ഈ വില ഇത് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡിമാൻഡിനനുസരിച്ചിട്ട് ഒരു താരത്തിന്റെ പ്രതിഫലം ഓരോ ടീമായിട്ട് രംഗത്തിരുമ്പോൾ ഡിമാൻഡ്, അതാണ് ലേലത്തിന്റെ ഒരു വലിയൊരു ഘടകമായി നമുക്ക് ആവേശം നൽകുന്ന സാധനം. ഓരോ ടീമായിട്ട് വിളിക്കാവുന്നതും ഒരു താരം ലഭിക്കുന്ന വില ഉയർന്നു വരുന്നത് അങ്ങനെ ഇതാണല്ലോ. അതെ, അത് ഭയങ്കര ഇതാണ്. ഇപ്പൊ ഓരോ ടീമും വിളിക്കുന്നു, അങ്ങനെ കാണുന്നത് ഫീൽ നമുക്കത് ലേലം കാണുമ്പോൾ കിട്ടാറുണ്ട്. അതെ, ഇപ്പൊ ഡ്രാഫ്റ്റ് സംവിധാനത്തിന്റെ ഒരു കാര്യം പറയണം. ഇപ്പൊ അതിന്റെ ഒരു പോസിറ്റീവ് ഘടകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് താരങ്ങളെ കൃത്യമായിട്ട് വിതരണം ചെയ്യാൻ പറ്റുന്നു. ഇപ്പൊ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ലേലം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പേഴ്സ് മണി ഉണ്ട്, അതിനനുസരിച്ചിട്ട് വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഓരോ ടീം മാനേജ്മെന്റിനും കൃത്യമായിട്ട് അവിടെ ഒരു വർക്ക് പണിയെടുക്കാനുണ്ട്. അതായത് ഏത് താരത്തെ സ്വന്തമാക്കണം എന്നുള്ള. ഇപ്പൊ ആ രീതിയിലേക്ക് അത് ത്രില്ലിങ് ആവുന്നുണ്ട്. ഇപ്പോൾ ചില ടീമുകൾ ചില പ്രശ്നങ്ങൾ സംഭവിക്കുന്നു, അത് പിന്നീട് തിരുത്തുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അതായത്
അത് ഡ്രാഫ്റ്റ് കൊണ്ടുവരണം എന്നുള്ള രീതിയിലുള്ള ഒരു ഡ്രാഫ്റ്റ് തന്നെ വേണം, ലേലം വേണ്ട എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം എനിക്ക് തോന്നുന്നില്ല വ്യക്തിപരമായിട്ട്. നിലവിലുള്ള ലേലം എന്ന് പറയുന്ന, ഓപ്ഷൻ എന്ന് പറയുന്ന സംവിധാനം തന്നെയാണ് നല്ലതെന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ പ്ലെയർ ട്രേഡ് ആണ്. പ്ലെയർ ട്രേഡ് നമുക്കറിയാം വർഷം മുഴുവൻ അത് ഓപ്പൺ ആക്കിയിട്ട് ഇടണമെന്നാണ് റോബിൻ ഉത്തപ്പ പറയുന്നത്. പക്ഷെ അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നുള്ളത് സ്വാഭാവികമായിട്ട് ഒരു ടീം എന്ന് പറയുമ്പോൾ ആ ടീമിന് കൃത്യമായിട്ട് ഒരു സമയത്ത് പണി എടുക്കേണ്ടി വരും. ആ സമയത്ത് ട്രേഡും കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ ഈ ട്രേഡ് ഓപ്പൺ ആയിട്ട് ഒരു ടീം തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ താരത്തെ അങ്ങോട്ട് കൊടുക്കാം, അങ്ങനെ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതെ അതെ, അതാണ് ഒരു ട്രേഡ് ഇതാക്കുന്നതിന്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഉള്ളത് ഈ സീസൺ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ്. അത് ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്രത്തോളം അത് പോസിബിൾ ആണ് നടക്കുന്ന. ഈ പറഞ്ഞ ഇന്റർനാഷണൽ ഇന്ത്യ ചേർത്ത് അതിന്, പക്ഷേ അതിൽ ഏറ്റവും വലിയ കിടക്കുന്നത് ഈ താരങ്ങൾക്ക് പരിക്ക് വരുന്ന സംഭവങ്ങളൊക്കെ. ഈ അല്ലെങ്കിൽ തന്നെ IPL ഒക്കെ വരുന്നത് ലോകകപ്പിനൊക്കെ മുന്നോട്ടൊക്കെ ആയിരുന്നു. അപ്പം നമ്മുടെ ഇന്ത്യൻ ടീമിൽ താരങ്ങൾക്ക് എപ്പോഴും വില്ലനാവുന്നതാണ്. വലിയ സീസൺ ആകുമ്പോൾ അത് വല്ലാണ്ട് ബാധിച്ചേക്കും. ഈ താരങ്ങളുടെ പരിക്കിനും മറ്റൊക്കെ റിക്കവർ ചെയ്യാനൊക്കെ ടൈം വരുമ്പോൾ നാഷണൽ ഡ്യൂട്ടീനെ ബാധിക്കുന്നവരെ അങ്ങനെ പല തലങ്ങളിലേക്ക് പോകും. അതിനെ പോകാണ്ട് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഉത്തപ്പ പറഞ്ഞാൽ തന്നെ അത് മത്സരം ഒരു 6 മാസക്കാലൊക്കെ ആഘോഷിക്കാം. പിന്നെ ഒരു 6 മാസം കഴിയുമ്പോഴേക്ക് ട്രേഡ് പിന്നെ 6 മാസം നടക്കുന്നു, അതിനുശേഷം വരുന്നത് വീണ്ടും മത്സരം നടക്കുന്നു. അതിന്റെ ഡ്യൂറേഷൻ കൂടുമ്പോൾ ഇത് എപ്പോഴും അതിന് IPL ആയിരിക്കും. പക്ഷെ ആ പറഞ്ഞ ഒരു ഇമ്പാക്ട് ഇപ്പോഴത്തെ ഒരു ഇതില്ല, അത് കിട്ടുന്നൊക്കെ തോന്നുന്നില്ല. ഇല്ല, അതല്ല, എനിക്കും വ്യക്തിപരമായിട്ട് അങ്ങനെ തന്നെ തോന്നുന്നു. കാരണം ഇപ്പൊ മത്സരം നടക്കുമ്പോ നമ്മളിപ്പോ ഒരു മാർച്ച് ആ സമയത്ത് ആ ഒരു ഫാക്ടർ അത് ചിലപ്പോൾ മിസ്സായേക്കും. അതെ, അത് ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു ലീഗ് ആകുമ്പോൾ ഓരോ സമയം ഇതിപ്പോ നമ്മൾ ഒരു മത്സരം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കാത്തിരിക്കണം എന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ആ ഒരു ഇൻട്രസ്റ്റ്. അതെ, മറ്റേ നമുക്ക് കൃത്യം ആ സമയത്ത് IPL ഉണ്ട്, IPL ആ സമയത്ത് IPL ആണ് നമ്മൾ കാണുക എന്നുള്ള രീതിയിലേക്ക് ഒരു ഇത് സംഭവിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സീസൺ ഒരുപാട് നീട്ടുന്നതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ അതിന് ഈ പറയുന്ന അതിന്റെ സംഘടനാപരമായ ടീം ഓരോ കാലാവസ്ഥ, ഓരോ സംസ്ഥാനങ്ങൾ ഓരോ കാലാവസ്ഥ, ഓരോ ടീമിന്റെ ഹോം ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ അതൊക്കെ ബാധിക്കും. 6 മാസത്തെ ഇത് ഇന്ന് വരുന്ന സമയത്ത് ഇപ്പം മഴ വരുന്ന സമയം ടൈം വരുമ്പോൾ അതൊക്കെ ബാധിക്കുന്നതാണ്. ഇപ്പൊ നമ്മളിപ്പോ ഏറ്റവും പെർഫെക്റ്റ് ടൈം നോക്കി അത് ക്ലോസ് ചെയ്തിട്ടാണല്ലോ പിടിക്കുന്നത്. അതായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്. പക്ഷെ ഇത് ഉത്തപ്പ പറഞ്ഞൊരു സജഷനാണ്, ഉത്തപ്പയുടെ വ്യൂസ് പറഞ്ഞ് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. എങ്കിലും അത് ആ ഒരു നമുക്ക് എന്തൊരു മാറ്റം വരും, ചിലപ്പോൾ ഉൾക്കൊള്ളാൻ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. ചിലപ്പോൾ ഇത് നടന്നു കഴിഞ്ഞാൽ ചിലപ്പം ഇത് കൊള്ളാൻ തോന്നിപ്പോകും. ചിലപ്പം ചില കാര്യങ്ങളൊക്കെ നടക്കേണ്ടി വന്നേക്കും, മാറ്റി വന്നേക്കും. പക്ഷേ IPL നിലവിലാക്കുന്ന ഒരു ചർച്ചകളൊന്നും ഒഫീഷ്യലായിട്ട് നടക്കുന്നതായിട്ടൊന്നും അറിവില്ല നമുക്ക്. ഇല്ല, അങ്ങനെ ഒരു സാധ്യത സാധ്യത വളരെ കുറവാണ് നിലവിൽ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു IPL ഒരു തുടക്കത്തിൽ നമുക്കറിയാം അതിന്റെ ഒരു എന്റർടൈൻമെന്റ് വാല്യൂ ഉണ്ട്. അപ്പൊ അതിൻ്റെതായ ഒരു മ്യൂസിക്, അതുപോലെ തന്നെ ഫാൻ പാർക്കുകൾ. ഇപ്പൊ നോക്ക്, ഈ ലോകത്തൊരു ക്രിക്കറ്റ് ടൂർ ഇത് നടക്കുമ്പോൾ ആ ലീഗ് നടക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം, അല്ലെങ്കിൽ ആ മത്സരങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമല്ല അതിനൊരു ആവേശം കിട്ടുന്നത്. അപ്പൊ ഫാൻ പാർക്കുകളൊക്കെ വളരെ സജീവമായിട്ട് ആളുകൾ പങ്കെടുക്കുന്ന ഒരു ഇതാണ്. ഇപ്പൊ ടിക്കറ്റ് എടുത്തിട്ട് കളി കാണാൻ വലിയ രീതിയിലുള്ള പൈസ ഉണ്ട് ടിക്കറ്റ് എടുത്ത് പോകാൻ. നമ്മൾ ഇത്രയും ആരാധകരൊക്കെ കളി കാണാൻ വരുമ്പോൾ നമുക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിന് മനസ്സിലാവും. പിന്നെ അത് ആ ലീഗ് 2 മാസത്തേക്ക് വളരെ ഇതായിട്ട്, അതുപോലെ ഓപ്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് നടത്തുമ്പോൾ മാത്രമാണ് ഈ പറയുന്ന പോലെ ആളുകളുടെ ഒരു ശ്രദ്ധ അതിന് കിട്ടുന്നത്. സാമ്പത്തികമായിട്ട് അതിന് നേട്ടം ഉണ്ടാക്കാനുള്ള ഒരു പ്രധാന കാരണം ഇത് തന്നെയാണ്. ഇപ്പൊ നമ്മൾ അതിന് ഞാൻ നേരത്തെ ഉദാഹരണമായിട്ട് പറഞ്ഞ ഡ്രാഫ്റ്റ് സംവിധാനം അല്ലെങ്കിൽ BBL ആണ്. അപ്പൊ അങ്ങനെ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഇപ്പൊ BBL അല്ലെങ്കിൽ PSL ഒക്കെ ഡ്രാഫ്റ്റ് സംവിധാനത്തിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവരുടെ സക്സസ് ആയിട്ട് നമ്മൾ കാണണം. പക്ഷെ അങ്ങനെ നമ്മൾ കാണുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് നടന്നൊരു പഠനം ഇത് വെച്ചിട്ട് ഈ 2 സംവിധാനങ്ങളും, ഡ്രാഫ്റ്റ് സംവിധാനം ലേലം വെച്ച് നോക്കുന്ന സമയത്ത് 2 തമ്മിൽ വലിയ ഒരു വ്യത്യാസമൊന്നും അങ്ങനെ അതിന്റെ ലീഗിന്റെ വിജയത്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ലീഗിന്റെ ഒരു സാമ്പത്തികമായിട്ട് ഇതിന്റെ കാര്യത്തിലോ ഒന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തപ്പ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ചില മാറ്റങ്ങൾ ഇതൊക്കെയാണ്. അതായത് ഒന്ന്, ഈ ലീഗ് ഇതിനകത്ത് ലേലം ഒഴിവാക്കിയിട്ട് ഡ്രാഫ്റ്റ് വെക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ 2, ട്രേഡ് വിൻഡോ ഓപ്പൺ ആയിട്ട് വെക്കണം എന്നുള്ളത്. 3ാമത് ഈ മത്സരങ്ങൾ 6 മാസത്തേക്ക് നീട്ടണമെന്ന്. ഈ 3ഉം വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ലീഗിന്റെ നിലവിലുള്ള ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ വിനോദം എന്നുള്ള രീതിയിലുള്ള ആ ഒരു ഫാക്ടറിനെ ബാധിക്കും, കുറയും എന്നാണ്. മാത്രമല്ല അത് മറ്റു തരത്തിലൊരു മാറ്റം ഉണ്ടാക്കില്ല. അതുപോലെ തന്നെ പ്ലെയേഴ്സിനൊക്കെ, ഓരോ പ്ലെയേഴ്സിന് അവരുടെ മൂല്യത്തിനനുസരിച്ചിട്ടുള്ള തുക കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലേലം തന്നെയാണ് വേണ്ടത്. ഡ്രാഫ്റ്റിനേക്കാളും ലേലം തന്നെയാണ് വേണ്ടതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും നിലവിൽ ഇത് ആരും വളരെ ഗൗരവമായിട്ട് എടുക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ ഉത്തപ്പ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.
നന്ദി.